ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തൻ്റെ കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ചെമ്മീൻ കൊണ്ടുണ്ടാക്കിയൊരു കറി. ചെമ്മീനും ബിലിമ്പിപ്പുളിയും കൂടി ചേർത്തുണ്ടാക്കുന്ന ഒരു കറിയാണിത്. ഇത് കൊച്ചിക്കാരുടെ ഒരു പ്രധാന കറിയാണ്. മിക്കവാറും ദിവസങ്ങളിൽ ഈ കറി ഇവിടെയുള്ളവരൊക്കെ ഉണ്ടാക്കാറുണ്ട്. വളരെ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇത് ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് കഴിച്ചാൽ ചോറ് എത്ര കഴിച്ചാലും നമുക്ക് മതിയാകാത്തതുപോലെ തോന്നും. വളരെ രുചികരമായിട്ടുള്ള ഒരു ചെമ്മീൻ കറിയാണിത്. ബിലിമ്പിപ്പുളിയും നല്ലൊരു ഫ്രൂട്ടാണ്. അത് നമുക്ക് കൊളസ്ട്രോളിനൊക്കെ വളരെ നല്ലൊരു ഫ്രൂട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ 250 ഗ്രാം വൃത്തിയാക്കിയ പ്രോൺസ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പുളി എടുത്തിട്ടുണ്ട് 8-10 എണ്ണം. ഇതിനെ ഇരുമ്പിൻപുളി, വിരിമ്പിപ്പുളി, ചെമ്മിപ്പുളി എന്നൊക്കെ ചില ഏരിയ വൈസ് പറയാറുണ്ട്. ഞങ്ങളിവിടെ ബിലിമ്പിപ്പുളി എന്നാണ് പറയാറ്. പുളി പഴുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള 2 ദിവസം മുമ്പുള്ള പുളിയൊക്കെ ആണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ വേണ്ടത് 2 പച്ചമുളക് വേണം. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. ഇഞ്ചി ചതച്ചത് കുറച്ച് വേണം. ചെറുള്ളി വട്ടത്തിൽ അരിഞ്ഞത് വേണം. ഇഞ്ചി ഇതിനകത്ത് ചേർക്കുന്നത് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ വേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഞാൻ ഇതിനകത്ത് ഒരു 7 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ടേബിൾ സ്പൂണിൻ്റെ കണക്കനുസരിച്ച് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു അരമുറി തേങ്ങ എടുത്താൽ മതിയാകും. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡറും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കണം. റെഡ് ചില്ലി പൗഡർ തന്നെ ചേർക്കണം കേട്ടോ. കാശ്മീരി ചില്ലി ചേർത്താൽ ഈ ടേസ്റ്റ് വരില്ല. പിന്നെ ഒരു പാനിലേക്ക് നമുക്ക് പുളി, പച്ചമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ച് വേവിക്കണം. പുളി നന്നായിട്ട് സോഫ്റ്റ് ആകുന്നത് വരെ മൂടി വെച്ച് വേവിക്കുക. ഇപ്പോൾ പുളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായി കണ്ടോ. പുളി വെന്ത് കഴിഞ്ഞാൽ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കും. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ അരച്ച തേങ്ങ അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കവർ ചെയ്ത് ഒരു 3-4 മിനിറ്റ് കുക്ക് ചെയ്യുക. ഒന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ടാകണം. ഇപ്പോൾ ഈ കറി നന്നായിട്ട് ഈ അരപ്പൊക്കെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തേങ്ങ അരപ്പൊക്കെ നന്നായിട്ട് ഈ പുളിയോട് കൂടി ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൊച്ചിക്കാരുടെ ഒരു പ്രത്യേക കറിയാണ് കേട്ടോ ഇത്, ഈ ചെമ്മീക്കറി. ഈ കൊച്ചിയിൽ ഈ പുളി ധാരാളം സുലഭമാണ്. എല്ലാവരുടെ വീടുകളിലും ഈ പുളിമരമുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കവർ ചെയ്ത് ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കാവുന്നത് വരെ കുക്ക് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് വറുത്തിടാനുള്ളത് റെഡിയാക്കി എടുക്കാം. ഉള്ളിയും കടുകൊക്കെ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അതിനൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് കടുക് ചേർത്ത് നന്നായി പൊട്ടിക്കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കടുകെല്ലാം നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോഴേക്കും അടുത്ത ചേരുവ നമുക്ക് ചേർക്കാം. ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഇഞ്ചിയാണ് ഇനി ചേർക്കുന്നത്. ഇഞ്ചി ഇതിനകത്ത് മൂപ്പിച്ചിട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇഞ്ചിയും അതിനുശേഷം ഉള്ളിയും പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇത് ഫ്രൈ ആകുന്നത് വരെ കുക്ക് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മളുടെ ചെമ്മീൻ അരപ്പ് ചേർത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളക്കുന്നുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കണ്ടോ. തേങ്ങ അരപ്പ് കുക്കായി വരുമ്പോഴേക്കും അതിലെ എണ്ണയൊക്കെ പുറത്തേക്ക് വരും. ഇപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇതാണ് എണ്ണ തെളിഞ്ഞു എന്ന് പറയണത്. നമ്മളിതിലേക്ക് എണ്ണ ഒന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ ആകെ വറുത്തിടുന്ന എണ്ണ മാത്രമേ ഇതിനകത്ത് ചേർക്കാറുള്ളൂ. അരപ്പ് മൂപ്പിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല ഇതിനകത്ത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴാണ് ഇത് ഈ കറക്റ്റ് പാകമായത്. തേങ്ങ അരപ്പൊക്കെ നന്നായിട്ട് കുക്കായി എണ്ണ തെളിഞ്ഞ് വരണമെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും എടുക്കും. അപ്പോഴേ ഈ കറക്റ്റ് കറിയുടെ പാകമാകുള്ളൂ. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം കേട്ടോ. നിങ്ങളുടെ കറക്റ്റ് പാകത്തിനുള്ള ഉപ്പ് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. മൺചട്ടി ആയതുകൊണ്ട് കുറച്ച് നേരം കൂടി ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. നമുക്കിനി ഇതിലേക്ക്
വറുത്ത് വെച്ചാൽ ഇഞ്ചി, ഉള്ളി, വേപ്പില, കടുകൊക്കെ കൂടി നമ്മൾ വറുത്ത് വെച്ചില്ലേ, അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് മിക്സ് ചെയ്യേണ്ട, ഇങ്ങനെ തന്നെ മൂടി വെച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മളിത് രാവിലെ കറി വെച്ചിട്ട് 10 മിനിറ്റെങ്കിലും വെച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. നമ്മൾ കറി വെച്ചിട്ട് ഉച്ചയ്ക്കല്ലേ എടുക്കുകയുള്ളൂ, അപ്പോൾ അത് കറക്റ്റ് പാകമായിരിക്കും. പിന്നെ എടുക്കണമെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും കഴിഞ്ഞിട്ട് വേണം ഇത് എടുക്കാനായിട്ട്, എന്നാലേ ഇത് കറക്റ്റ് പാകമാകുള്ളൂ. നമ്മൾ താളിച്ചിട്ടതിന് ശേഷം 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യണം. അപ്പോഴേ ആ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് തിക്കായി എണ്ണയൊക്കെ തെളിയും. അപ്പോഴാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, ചട്ടി തിളച്ചുകൊണ്ടിരുന്നത് തിളയൊക്കെ ആറി, എണ്ണയൊക്കെ തെളിഞ്ഞു. കണ്ടോ, ഇതാണ് കറക്റ്റ് പാകം. നല്ല കൊഴുത്ത ഗ്രേവിയാണ് കേട്ടോ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ചെമ്മീൻ ബിലിമ്പിപ്പുളി കറിയാണിത്. കൊച്ചിക്കാരുടെ ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ ഇത്. മിക്ക വീടുകളിലും ഈ കൊച്ചിയിലിത് വെക്കാറുണ്ട്. ഈ പുളിമരവും ഈ ഭാഗങ്ങളിൽ എല്ലായിടത്തും ഉണ്ട്. എൻ്റെ വീട്ടിലും ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ മരത്തിൽ നിന്നാണ് ഈ പുളിയെടുത്തിപ്പോൾ കറി വയ്ക്കുന്നത്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ ബിലിമ്പിപ്പുളി പ്രോൺസ് കറി റെഡി ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ബിലിമ്പിപ്പുളി ചെമ്മീൻ കറിയെന്നോ അല്ലെങ്കിൽ ഇരുമ്പമ്പുളി ചെമ്മീൻ കറിയെന്നോ ഒക്കെ പല ഭാഗങ്ങളിൽ പറയാറുണ്ട്. നല്ല കറിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.